സാറേ, ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റായി രാജീവ് വന്നു. ഇനി പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്കെല്ലാം ആര് വരുമെന്ന കാത്തിരിപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു കേൾക്കുന്ന പേര് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് പറയുന്നത്. അത് ബി.ജെ.പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ല, ബി.ജെ.പി ഇപ്പോൾ കുറച്ചൊരു പ്രാക്ടിക്കലായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനിൽ ആൻ്റണി ചെന്നു. അനിൽ ആൻ്റണിക്ക് ദേശീയ കൗൺസിലിൽ കൊണ്ടുപോയി നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി. പി.സി. ജോർജിനെ ഇപ്പോൾ ദേശീയ കൗൺസിലെടുത്തു. പത്മജ വേണുഗോപാലിനെ ദേശീയ കൗൺസിലെടുത്തു. അങ്ങനെ പോയവരാരും നിരാശപ്പെടുന്നില്ല. പഴയ ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. ഇപ്പോൾ ഓ രാജഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആരും പരാജയം എല്ലാവരെയും എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഷോൺ ജോർജ് നല്ലൊരു ചെറുപ്പക്കാരനാണ്. കുറച്ചുകൂടി പക്വതയൊക്കെ ഉള്ള നല്ല ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമാണ്. ഒരു ഭാവിയുള്ള ആളാണ്. നല്ല ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഷോൺ ജോർജിനെ എടുക്കുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവ മേഖലയിലൊക്കെ നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ബി.ജെ.പിക്ക് കഴിയും. ബി.ജെ.പിക്ക് അതിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തു. അതിനകത്ത് പ്രശ്നം. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ അബ്ദുള്ള കുട്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ മാത്രമല്ല ചുമ്മാ ഉണ്ടെന്നല്ലേ, അവർക്കെല്ലാം നല്ല പൊസിഷൻസ് കൊടുത്തിരിക്കുകയല്ലേ, നല്ല വർക്ക് ചെയ്യാനൊരു ഇത് കൊടുത്തിരിക്കുകയാണ്. പിണറായിയുമായി ബന്ധപ്പെട്ടപ്പോൾ നേരിട്ടാണ് ആക്രമിക്കും, വലിയ ആക്രമണം നേരിടുന്ന ആളാണ്. പ്രത്യേകിച്ച് പി.സി. ജോർജിൻ്റെ വിഷയത്തിലൊക്കെ ഷോൺ ജോർജ് വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. അച്ഛന് ജാമ്യം എടുക്കാനും കേസിനും വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു നല്ല പൊസിഷൻ കൊടുക്കേണ്ടതാണ്. കൊടുത്താൽ അദ്ദേഹം ഷൈൻ ചെയ്യും. പക്വതയുള്ള ചെറുപ്പക്കാരനാണ്. ഈ ഷോൺ ജോർജിൻ്റെ വകയായിട്ട് വേറെ ഇപ്പോൾ അച്ഛനെ പിടിക്കുമ്പം പി.സി. ജോർജിനെ പിടിക്കുമ്പോൾ നടത്തുന്ന ചില പത്രസമ്മേളനത്തിലൊക്കെ അതൊരു വികാരം, അച്ഛനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം. അല്ലാതെ പുള്ളിക്കാരൻ ലൂസ് സ്റ്റോക്കുള്ള ആളല്ല, ഒരു ലൂസ് സ്റ്റോക്കും ഇല്ല. ഞാൻ പറഞ്ഞ പി.സി. ജോർജിൻ്റെ അത്ര പോലും ഇല്ല. പി.സി. ജോർജ് കുറച്ചുകൂടെ ലൂസ് സ്റ്റോക്കുള്ള ആളാണ്. സംസ്ഥാനത്തിന് ഒരു ലൂസിനെസ്സുണ്ട്. പക്ഷെ അത്ര പോലും ഷോൺ ജോർജ് ഇല്ല. ഷോൺ ജോർജിനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പരുവപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നല്ല നേതാവാണ്. ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന നല്ല നേതാവാണ്. ജനറൽ സെക്രട്ടറി ആക്കുകയാണെങ്കിൽ നല്ലതാണത്. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കി ആ രീതിയിൽ കൊടുക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് ആളുകളെ സ്പേസ് കൊണ്ടുവരണമെന്നേ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ബി.ജെ.പി തന്നെ ലക്ഷ്യമിടുന്നത് തങ്ങൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷമുണ്ട്, അതിൽ തീർച്ചയായിട്ടും മുസ്ലിംസിന് നല്ല ആളുകളെ കൊണ്ടുവരേണ്ടതാണ്. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അത് ബി.ജെ.പി പ്രധാനമായി നോട്ടിടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് വലിയ രീതിയിൽ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ ഷോൺ ജോർജ് എന്ന യുവ നേതാവിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. കാരണം ഇപ്പം കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചല്ലോ, 15,000 വോട്ടിനല്ലേ തോറ്റുപോയത്. 15,000 7,500 വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ 7,600 വോട്ടും കൂടി ആര് പിടിച്ചിരിക്കണമായിരുന്നു? 7,501 ഒരു വോട്ട്. ഞാൻ അങ്ങനെ പറയുന്നത് 7,501 വോട്ടും കൂടി രാജീവ് ചന്ദ്രശേഖർ പിടിച്ചെങ്കിൽ ഒരു വോട്ടിന് ജയിച്ചനെ. പിന്നെ അങ്ങോട്ടോട്ട് എത്ര കൂടും അത്രയും ജയിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ 8,000 വോട്ട് പിടിച്ചെങ്കിൽ 1000 വോട്ടിന് ജയിച്ചനെ, 500 വോട്ടിന് ജയിച്ചനെ ചന്ദ്രശേഖർ. ഇവിടെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലയല്ലേ, നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലയിൽ വോട്ട് കിട്ടിയില്ല രാജീവ് ചന്ദ്രശേഖർ. ക്രിസ്ത്യാനികൾ നന്നായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെ പിന്നെ എങ്ങനെ കിട്ടും? തീരദേശ മേഖലയിലൊക്കെ വോട്ട് കിട്ടിയല്ലോ രാജീവ് ചന്ദ്രശേഖർ. വലിയ വോട്ടല്ലേ കിട്ടിയത്. പുള്ളിക്ക് ഒരു മാസം ഇവിടെ ലോഞ്ച് ചെയ്ത്, ഒരു 5 മാസം മുമ്പ് പുള്ളി ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയത്. പുള്ളിക്ക് ആപ്പടെ 30-35 ദിവസമല്ലേ വർക്ക് ചെയ്യാൻ കിട്ടിയുള്ളൂ. മണ്ഡലത്തിൽ മൊത്തം പോകാൻ പോലും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു യുവാവാണല്ലേ, വളരെ ചെറുപ്പക്കാരനല്ലേ. ചെറുപ്പക്കാരനാണ്, പക്വതയുള്ള ആളാണ്. ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, നേരിട്ട് സംസാരിച്ചു. നല്ല, എനിക്ക് വലിയ ഇഷ്ടം മീൻസ് നല്ലൊരു പക്വതയുണ്ട്, പൊളിറ്റിക്കലി പക്വതയുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷോൺ ജോർജിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കേണ്ടതാണ്. ഏത് പാർട്ടി, ഞാൻ പുള്ളി നിന്ന പാർട്ടി എന്നുള്ളതല്ല, അങ്ങനെയുള്ള ആളുകൾ. നമ്മളെപ്പോഴും പറയുന്നത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റസ്റ്റ് കൗണ്ടർ ഓഫ് തെമ്മാടികളുടെ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വേറൊരു വാർത്തയായി പോകുന്നത്, അതാണ് മലയാളത്തിൽ പറയും, തെമ്മാടികളുടെ കൂട്ടമാണെന്നുള്ളൊരു, അല്ലെങ്കിൽ തെമ്മാടികളുടെ അവസാനത്തെ അഭയമാണെന്നൊരു മുദ്രാവാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോഗനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തെമ്മാടിക്കൂട്ടമാവാൻ പാടില്ല. അടി, കുത്ത്, വെട്ട്, അക്രമം, പിന്നെ കലാപം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുടെ മേഖലയല്ല രാഷ്ട്രീയം. ആ കാലം കഴിഞ്ഞു. ഐഡിയോളജിക്കൽ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഐഡിയോളജി രാഷ്ട്രീയമൊന്നും ആർക്കും ഇല്ലല്ലോ. ഉണ്ടോ? ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് ആണ് കംപ്ലീറ്റ്. യൂത്തിന് ആവശ്യം. കാരണം ഏറ്റവും വലിയ ആശയ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരാശയമില്ല. ഇപ്പോൾ പുതിയ നയരേഖയുമായി രംഗത്ത് ഒരു കാര്യമില്ല, അവർക്ക് ഒരാശയമില്ല. അപ്പോൾ ആശയ പാർട്ടിയുടെ കാലം കഴിഞ്ഞു, ഐഡിയോളജിക്കൽ പാർട്ടിയുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് പറയുന്നത്. വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്, അല്ലാതെ മറ്റതിന് കാര്യമില്ല. അപ്പം ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? യൂത്തിനെയാണ്. യൂത്താണല്ലോ ഏറ്റവും പ്രധാനം രാഷ്ട്രത്തെ സമയം. അപ്പോൾ യൂത്തിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ യൂത്ത്. ഇപ്പോൾ വേറെ ഒരു കാര്യമുണ്ട്, ഷോൺ ജോർജിനെ ജനറൽ സെക്രട്ടറി ആക്കുകയും അല്ലെങ്കിൽ ഷോൺ ജോർജിനെ കൊണ്ടുവരണമെന്ന് പറയുന്നതിനകത്ത് വേറൊരു ആംഗിളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇത് വന്നല്ലോ, ഒരു ഫൈൻഡിങ്സ് വന്നു. കേരളത്തിൽ 70% കുട്ടികളും 18 വയസ്സ് കഴിഞ്ഞ് 70% പേരും എന്ത് ചെയ്തിട്ടില്ല? വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തിട്ടില്ല. രാജ്യത്താണെങ്കിൽ 60% പേര് ചേർത്തിട്ടില്ല, ഇവിടെ 70% ചേർത്തിട്ടില്ല.
മൊത്തം ചേരേണ്ട കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ 70% കുട്ടികളും ചേർന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പൊളിറ്റിക്സിനോട് താല്പര്യം വരുത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ക്രിസ്ത്യൻ യുവാക്കളുടെ ഇടയിൽ പൊളിറ്റിക്സിനോട് താല്പര്യം വരുത്തുന്നത് എങ്ങനെയാണ്? അവരിൽ നിന്ന് നേതാക്കളെ ഉണ്ടാക്കിയെടുക്കണം. എല്ലാ പാർട്ടിയിലും ഉണ്ടാക്കിയെടുക്കണം നേതാക്കളെ. പക്ഷേ BJP അതിന് വലിയ ശ്രമം നടത്തുന്നുണ്ട്. വലിയ ശ്രമം നടത്തുന്നുണ്ട്. അനിൽ ആന്റണി കൊണ്ടുവന്ന് അനിൽ ആന്റണിക്കൊക്കെ നല്ല പൊസിഷനല്ലേ കൊടുത്തത്. അദ്ദേഹത്തെ ജയിപ്പിക്കാത്ത ജനങ്ങളെ കുഴപ്പമില്ല, അവരുടെ കുഴപ്പമില്ല, BJPയുടെ കുഴപ്പമില്ലല്ലോ. മത്സരിപ്പിച്ചില്ലേ? ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മന്ത്രിയാവുമായിരുന്നു. അല്ല, ഇതിനു മുൻപേ BJP നീക്കം നടത്തുന്നുണ്ടല്ലേ, ഈ അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിയാക്കി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആളുകൾ പോകാം. അപ്പോൾ ഷോൺ ജോർജിന് നല്ല അച്ഛന് കൊടുത്തു, ദേശീയ കൗൺസിലേക്ക് പോയി. പക്ഷെ അച്ഛൻ ഇങ്ങനെ നിരന്തരം വിവാദം ഉണ്ടാക്കുന്ന മോനൊരു തിരിച്ചറിയാനുള്ള. പക്ഷെ അച്ഛൻ കുറച്ച് പക്വത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ ഈ ബഹളമൊക്കെ മാറിയല്ലോ. ഒരു 2 ആഴ്ച മുമ്പാണ് ലൗകികാതെ പറഞ്ഞു. പക്ഷെ അതിന് 2 ആഴ്ച കൊണ്ട് വരുന്ന പുതിയതായിട്ടൊന്നും വന്നില്ല. സാധാരണ അത്ര ഇല്ല പുള്ളിക്ക് ഗ്യാപ്പ്. പുള്ളി 4 ദിവസത്തെ 4 ദിവസം മൂന്നാം ദിന പാർട്ടിയാണ് പുള്ളി. 3 ദിവസം കൊണ്ടും പുള്ളി ഒരു സാധനം അടിക്കും, അല്ല 4 ദിവസം മാക്സിമം. അതിനപ്പുറം പുള്ളി പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ 2 ആഴ്ചയായിട്ട് പുള്ളി അടിക്കുന്നില്ല. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ തിരുവനന്തപുരത്തെ മടയന്മാർ കാരണമാണ് രാജീവ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ, ശരിയാണ്, അത് ശരിയല്ലേ. കാരണം രാജീവ് ഇപ്പം നമ്മൾ 4 പ്രാവശ്യം ശശി തരൂരായി, പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എവിടെ കിട്ടിയില്ല. തിരുവനന്തപുരത്തിന് കിട്ടിയില്ലല്ലോ. ഒരു പ്രൊഫഷണൽ ആളായിട്ട് ജയിച്ചതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയോ? നമുക്ക് കാണാമല്ലോ. വികസന രംഗത്തായാലും അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, പ്രസംഗിക്കും, കരിസ്മാറ്റിക് ലീഡറൊക്കെയാണ്. ആളുകളെയൊക്കെ മൊബിലൈസ് ചെയ്യാൻ ക്രൗഡ് പുള്ളറാണ് ശശി തരൂർ. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റൽ വിഷൻ ഉണ്ടാക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. തിരുവനന്തപുരത്ത് നമ്മളങ്ങനെ കണ്ടില്ല. സാറ് പറയും പോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. കഷ്ടിച്ചാണ് അദ്ദേഹം കടന്നുകൂടിയത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ 1 വർഷം ആവാൻ പോകുകയാണ് അല്ലേ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. മണ്ഡലത്തിന് ഒരു മാറ്റവുമില്ല, ഒന്നുമില്ല. ചിലരാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കും. ആ മനസ്സ് പോലും ഇപ്പം ശശി തരൂർ കാണിക്കുന്നു. പുള്ളി മുഖ്യമന്ത്രി ആവാനായിട്ട് നടക്കുകയാണ്. പുള്ളി വേറെയാണ് സംഭവം. അത് AICC പ്രസിഡന്റ് ആവാൻ നോക്കി, മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ടുപോയി. ഇപ്പം നോക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി ആവാനാണ്. പുള്ളി വേറൊരു ലൈനാണ്. മനസ്സിലായില്ലേ? സ്വന്തം മണ്ഡലം തിരിഞ്ഞു നോക്കും. മണ്ഡലവും തിരിഞ്ഞു നോക്കുന്നില്ല, പൊളിറ്റിക്സും നോക്കുന്നില്ല. പുള്ളി പൊളിറ്റിക്സ് നോക്കണ്ടേ? കോൺഗ്രസിന് പുള്ളിയെ കൊണ്ട് ലാഭം ഉണ്ടാവണ്ടേ? പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആവണ്ടേ? പൊളിറ്റീഷ്യന്മാർ എപ്പോഴും പ്രാക്ടിക്കൽ ആവണം. ഇത് തിയററ്റിക്കൽ പൊളിറ്റീഷ്യനാണ്. നമ്മൾ ചിലരുടെ കളിയൊക്കെ പറയും പൗഡർ കുട്ടപ്പന്മാരാണ്. രാവിലെ ഉടുപ്പ് ഓടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങി. അങ്ങനത്തെ രാഷ്ട്രീയത്തിന് പറ്റിയ സ്ഥലമല്ല. രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയമാണ്. അവിടെ വേറെ ഒരു ഇപ്പം ഇവിടെ പോയി, നമ്മുടെ സുമാരൻ നായരെ കാണാൻ പോയി, മന്നത്ത്, മറ്റേ ചങ്ങനാശ്ശേരിയിൽ പെരുന്നേൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവർ രമേശ് ചെന്നിത്തലയെ വിളിച്ച് പ്രാവശ്യം ഉദ്ഘാടനത്തിന് കേരളം മുഴുക്ക യാത്ര നടത്തി ഇദ്ദേഹം. ശശി തരൂർ ഒരുപാട് പൗരപ്രമുഖരെയൊക്കെ കാണാനായിട്ട് പലയിടത്തും പോയി. ആരിപ്പോൾ കൂടെ ഉണ്ട്? കയ്യിൽ നിന്ന് കുറേ പൈസ പോയെന്നല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടല്ലേ പോയത്. ഈ പലയിടത്തും ആളുകളെ വിളിച്ചു കൂട്ടിയതൊക്കെ, ഹോട്ടലുകളിൽ അവിടെ ഇവിടെയൊക്കെ പോയി കണ്ടത്. ആരെന്ത് സംഭവിച്ചു ഇവിടെ കേരളത്തിൽ? വല്ല കാര്യമുണ്ട്? അങ്ങനെയൊക്കെ കേരള രാഷ്ട്രീയത്തെ മാറ്റാൻ പറ്റുമോ? അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും ഇത് പഠിക്കേണ്ട കാര്യമാണ്. ആ തരത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഷോൺ ജോർജിനെ പോലെയുള്ള ചെറുപ്പക്കാരെ നല്ല ഇപ്പോൾ എന്തായാലും ഞാൻ BJPയിലാണോ കോൺഗ്രസ്സിലാണോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്നുള്ളതല്ല, നല്ല യുവത്വത്തെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയും കൂടെ ആയതുകൊണ്ട് BJPക്ക് വലിയ ഗുണം ചെയ്യും. നന്നായിട്ട് വരട്ടെ, കയറി വന്ന് നല്ല പക്വതയുള്ള ലീഡറായിട്ട് മാറ്റാം. നല്ല പക്വതയുള്ള ലീഡറായി വരും. ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ കുറേ കൂടി പക്വത വരുമല്ലോ. അപ്പം അങ്ങനെ വരട്ടെ, നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.